നിങ്ങളൊരു ഫ്രഷറാണോ? നിങ്ങൾ ദുബായിൽ ഒരു ജോലി നോക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം. ഈ വീഡിയോ ഞാൻ പറയുന്നുണ്ട് ഒരു ഫ്രഷർക്ക് എങ്ങനെ ഇവിടെ ജോലി കിട്ടാമെന്നും അതുപോലെ തന്നെ ഒരു ലിവിങ് കോസ്റ്റ്, നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പം പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ടുള്ള ഫ്രഷേഴ്സ് ജോലികൾ. ഹബീബി, കം ടു മൈ ചാനൽ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഒരുപാട് ആളുകൾ ഫ്രഷേഴ്സിന് ജോലി കിട്ടുമോ, ഫ്രഷേഴ്സിന് ഇവിടെ ദുബായിൽ അല്ലെങ്കിൽ UAE ജോലി കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കംപ്ലീറ്റ് ഗൈഡൻസ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യുമെന്ന് കുറേ റിക്വസ്റ്റ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫ്രഷേഴ്സിന് വേണ്ടി മാത്രം ഉള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഈ ദുബായിലേക്കൊക്കെ ജോലി നോക്കി വരുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുപോലെ ഇവിടുത്തെ ഒരു നോർമൽ ഒരു ലിവിങ് കോസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ കുറച്ച് പ്രൊഫൈലുകൾ ഇവിടെ ഹൈ ഡിമാൻഡായിട്ടുള്ള, ഇപ്പോൾ 2025 ഹൈ ഡിമാൻഡായിട്ടുള്ള കുറച്ച് പ്രൊഫൈലുകളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താ, നമുക്ക് ടിപ്സ് നമ്പർ 1 പോകാം. ജോബ്സ് ഇൻ ദുബായ് ഫോർ ഫ്രഷേഴ്സ്. അതായത് കുറച്ച് ഡിമാൻഡായിട്ടുള്ള ജോലികൾ ഇപ്പം നിലവിൽ ഈ 2025 ദുബായിൽ കുറച്ച് ഡിമാൻഡായിട്ടുള്ള പ്രൊഫൈലുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഹോട്ടൽ സ്റ്റാഫ്സ്, അതായത് ഹൗസ് കീപ്പിംഗ്, വെയിറ്റേഴ്സ്, ഫ്രണ്ട് ഡെസ്ക്. ഇനി അടുത്തതെന്ന് പറയുന്നത് റീറ്റെയിൽ സെയിൽസ്, അതായത് സ്റ്റോർ അസിസ്റ്റൻസ്, ക്യാഷിയേഴ്സ്. അതായത് ഇവിടെ ഒരുപാട് ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റുകളും അല്ലെങ്കിൽ വെയർ ഹൗസുകളും ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ക്യാഷ്യറായിട്ടോ അല്ലെങ്കിൽ ഒരു സെയിൽസ് കോർഡിനേറ്ററായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് വിത്തൗട്ട് എനി എക്സ്പീരിയൻസ്. പറയട്ടെ, നിങ്ങൾ പറയുമ്പോൾ പറയരുത് ഒരുപാട് സാലറി ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറി റേഞ്ച് ഉണ്ട്, ഒരു മിനിമം സാലറി റേഞ്ച് കിട്ടത്തുള്ളൂ. അതായത് നിങ്ങളുടെ ഒരു ലിവിങ് കോസ്റ്റും കാര്യങ്ങൾക്കൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ കൊണ്ടുള്ള സാലറിയും, പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് നാട്ടിലേക്കൊക്കെ സെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മണി സെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാലറി ആയിരിക്കും. പിന്നെ ചില കമ്പനികളൊക്കെ നിങ്ങൾക്ക് സാലറി കുറവാണെങ്കിൽ അക്കോമഡേഷൻ തരും, ഫുഡ് നിങ്ങൾ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. ഇനി നമുക്ക് അടുത്ത പ്രൊഫൈൽ നോക്കാം. അടുത്താണ് കോൾ സെൻറ്റർ ഏജൻറ്റ്സ്. ഇവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ട, പക്ഷെങ്കിൽ വേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ലാംഗ്വേജ് പ്രൊഫഷൻസി. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായിരിക്കണം, അതുപോലെ ഹിന്ദി ഉണ്ടായിരിക്കണം, പിന്നെ അറബിക്ക് ഉണ്ടെങ്കിൽ ഒരു പ്ലസ് പോയിൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ 2 ലാംഗ്വേജ് പ്ലസ് അറബി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ സെൻറ്റർ സ്റ്റാഫായിട്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനെ കൊണ്ട് സാധിക്കും. അടുത്താണ് ഡെലിവറി ഡ്രൈവേഴ്സ് വിത്ത് UAE ലൈസൻസ്. നിങ്ങളൊരു ഡെലിവറി വാനിലൊക്കെ ജോലി ചെയ്യാനെ കൊണ്ട് നിങ്ങൾക്കൊരു UAE ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ജോലികൾക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അത് ഈ പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ബാറ്റയും ഓവർ ടൈമും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് സാലറി അല്ല, നിങ്ങൾക്ക് എക്സ്ട്രാ മണി ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഡെലിവറി സ്റ്റാഫ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർക്കണം, UAE ലൈസൻസ് നിർബന്ധമായി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അടുത്താണ് ജൂനിയർ IT സപ്പോർട്ട്, അതായത് വെബ് സപ്പോർട്ട്, അതുപോലെ ടെക് അസിസ്റ്റൻസ് ഒക്കെ. നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഇവിടെ നോ എക്സ്പീരിയൻസ്, വിത്തൗട്ട് എക്സ്പീരിയൻസിൽ നിങ്ങൾക്കും ജോലിക്ക് കയറാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ മേഖലകൾക്കൊക്കെ കമ്പനി നിങ്ങൾക്കൊരു ഇനീഷ്യൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും, എസ്പെഷ്യലി ഫോർ ദ കോൾ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ കോൾ അസിസ്റ്റൻസ് അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ബേസിക് ആയിട്ടുള്ളൊരു നോളജ് ഉണ്ടായിരിക്കണം, ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രഷറായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇനീഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോൾ വേറൊരു ഫീൽഡിലുള്ളവരായിക്കോട്ടെ, നിങ്ങളൊരു IT ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫിനാൻസ് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു മറ്റേതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഇനീഷ്യലി നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ നിങ്ങൾ വന്നിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ജോലികൾ നിങ്ങൾക്ക് കയറിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങളുടെ കരിയർ സ്വിച്ച് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് റിയൽ HR ടിപ്സ്. അതായത് നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഇതിപ്പം ഈ പറഞ്ഞ ഏത് മേഖല ആയിക്കോട്ടെ, ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പ്രൊഫഷണലുകൾക്കല്ല, ബാക്കി ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, IT ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കോമൺലി കിട്ടുന്ന നിങ്ങൾ നേരിടുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും അതെങ്ങനെ അതിന് വേണ്ട കുറച്ച് ടിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു സെഗ്മെൻറ്റിൽ പറയാൻ പോകുന്നത്. ഇതിൽ തന്നെ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഇൻ്റർവ്യൂ കൾച്ചർ ഇൻ ദുബായ് ആണ്. നമ്മൾ ഈ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിലേക്കും ടിപ്സിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ എസ്പെഷ്യലി ദുബായ് അല്ലെങ്കിൽ ഓൾ ഓവർ UAEയിലുള്ള HRമാർ എന്തൊക്കെയാണ്, അതായത് ഒരു കാൻഡിഡേറ്റിന് നോക്കുന്നത്, അതായത് കാൻഡിഡേറ്റിന് വേണ്ട അവരിൽ നിന്ന് അവരെ ലുക്ക് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഞാനൊന്ന് പറയാം. ആദ്യത്തെ എന്ന് പറയുന്നത് തന്നെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, എസ്പെഷ്യലി ഇംഗ്ലീഷ്. ഞാൻ നേരത്തെ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇത് ദുബായ് എന്ന് പറയുന്ന അല്ലെങ്കിൽ UAE എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ഹബ്ബാണ്. അതുകൊണ്ട് തന്നെ പല രാജ്യത്തു നിന്നുള്ള പല രീതിയിലുള്ള വിവിധ സംസ്കാരത്തിലുള്ള ആളുകളാണ് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പനികൾ ഓൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു കോമൺ ലാംഗ്വേജാണ്, സ്പീക്കിംഗ് ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു പ്രൊഫഷൻസ് ഉണ്ടാവണം. എന്ന് പറഞ്ഞിട്ട് യൂറോപ്പ് പോലെ അല്ലെങ്കിൽ മറ്റുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ പോകാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് IELTS പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റുകളൊന്നും വേണ്ട, നിർബന്ധമില്ല. പക്ഷെങ്കിൽ നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് പരിജ്ഞാനം ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നിങ്ങളെ ഒരു കമ്പനി നിങ്ങളെ ഇൻ്റർവ്യൂ കോളിൽ നിങ്ങളെ വിളിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, സെക്കൻഡറി ആയിട്ട് നിങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ
റിക്വയർമെൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദി ആൻഡ് അറബിക്കാണ്. ഈ 2 ലാംഗ്വേജ് കൂടെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന ബെനിഫിറ്റ് കിട്ടും. ലൈക്ക് ഒരു ഇന്ത്യൻ കമ്പനിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഒരു നോർത്ത് ഇന്ത്യൻ മാനേജ്മെൻറ്റ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹിന്ദി അറിയാം. ഈവൻ ഇംഗ്ലീഷിൽ നിങ്ങൾ ഇച്ചിരി പുറകോട്ടാണെങ്കിൽ ഹിന്ദി അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു ലോക്കൽ കമ്പനി അല്ലെന്നുണ്ടെങ്കിൽ ഒരു അറബിക് മാനേജ്മെൻറ്റ് ലീഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അവിടെ ഈ ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയത്തില്ല, നിങ്ങൾക്ക് അറബി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം അവിടെയും അവർ കോമൺ ആയിട്ട് സംസാരിക്കുന്ന ലാംഗ്വേജ് അറബി ആയതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ 3 ലാംഗ്വേജും പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. അതല്ല ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആണ്. അടുത്താണ് പൊളൈറ്റ്നെസ് ആൻഡ് റെസ്പെക്റ്റ്. നമ്മളിപ്പോൾ ഏതൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അവർ സംസാരിക്കുമ്പോൾ നമ്മളൊരു ഒരു പൊളൈറ്റായിട്ട് സംസാരിക്കുക, നമ്മൾ റെസ്പെക്റ്റ് കൊടുത്ത് ആദ്യം അവർ പറയുന്നത് മൊത്തം കേൾക്കാൻ നമ്മൾ തയ്യാറാകുക. നമ്മളൊരു ശ്രോതാവിനെ പോലെ ഇരുന്ന് ഒരു ഇൻ്റർവ്യൂ ഒരു HR പറയുന്നത് കേട്ട് അതിന് മറുപടി അവരെ ഇൻ്റർഫിയർ ചെയ്യാതെ, അവർ സംസാരിക്കുന്ന ഇടയിൽ കയറി നമ്മൾ ഇൻ്റർഫിയർ ചെയ്യാതെ അവർ സംസാരിച്ച് തീരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക. അതുപോലെ തന്നെ നമ്മളൊരു നടത്തത്തിലാണെങ്കിലും ലുക്കിലാണെങ്കിലും നമ്മളെല്ലാം ഒരു പൊളൈറ്റ് ആൻഡ് ഒരു ഫോർമൽ ലുക്കിലൊക്കെ തന്നെ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകണം. അടുത്താണ് വില്ലിങ്നെസ് ടു ലേൺ. അതായത് നമുക്ക് പഠിക്കാനെ കൊണ്ടുള്ളൊരു മനസ്സ് എപ്പോഴും ഉണ്ടാവണം. കാര്യം ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പം ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനും നമുക്ക് പഠിക്കാനുമുള്ള ഒരു മനസ്സ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം. എങ്കിൽ മാത്രമേ, അതായത് HR ചോദിക്കും നിങ്ങൾക്ക് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു അടുത്ത കൊല്ലം ഈ സമയത്ത് നിങ്ങൾ എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങളത് കൃത്യമായിട്ട് പറയണം. ഞാൻ ഈ ലെവലിലെത്തും, ഞാൻ ഇത്രയും സീനിയർ ലെവലിലെത്തും. അപ്പോൾ അങ്ങനെ സീനിയർ ലെവൽ എത്തണമെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ വില്ലിങ്നെസ് ടു ലേൺ, പഠിക്കാനുള്ളൊരു മനസ്സും ഒരു മനസ്സാന്നിധ്യവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അടുത്താണ് ഫ്ലെക്സിബിലിറ്റി വിത്ത് ടൈമിംഗ് ആൻഡ് ലൊക്കേഷൻ. അതായത് ദുബായ് എന്ന് പറയുന്നത് എക്സ്പെഷ്യലി ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓൺ ടൈമിംഗ് ആയിരിക്കണം. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു കമ്പനിക്ക് നിങ്ങളുടെ റിസ്യൂമേ, നിങ്ങളുടെ കവർ ലെറ്ററൊക്കെ അയച്ചു കഴിഞ്ഞു, ആ കമ്പനി നിങ്ങളെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവരൊരു കോൾ ബാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരൊരു മെയിൽ അയക്കുമ്പോൾ നിങ്ങൾ ആ മെയിലിനും അല്ലെങ്കിൽ ആ കോളിനും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാനെ കൊണ്ട് എപ്പോഴും നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങളൊരു മെയിൽ കിട്ടി, ആ മെയിൽ അയക്കാൻ ഓക്കെ എന്നാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞ് അയക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അയക്കാം അങ്ങനെയുള്ളൊരു അലസത നിങ്ങളുണ്ടാവരുത്. നിങ്ങൾക്കൊരു മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെൻറ്റ് തന്നെ നിങ്ങൾ അതിന് റിപ്ലൈ അയക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെൻറ്റ് തന്നെ അതിന് റിപ്ലൈ അയച്ചു, ഓക്കെ ഞാൻ ഇന്ന സമയത്ത് വരാം എന്ന് പറയുക. അതുപോലെ തന്നെ ടൈമിങ്, നിങ്ങൾക്കിപ്പോൾ ഒരു 10 മണിക്കാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തെങ്കിൽ നിങ്ങളൊരു 9:45 നിങ്ങൾ ഈ പറഞ്ഞ കമ്പനിയുടെ ഫ്രണ്ട് ഡെസ്കിൽ എത്താനെ കൊണ്ട് നിങ്ങൾ ശ്രമിക്കുമല്ല, നിങ്ങൾ എത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ ആ കമ്പനിക്ക് നിങ്ങളുടെ ഒരു ടൈമിംഗ് പഞ്ച്വാലിറ്റി ആ കമ്പനിക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ ഒരു കമ്പനിക്ക് നിങ്ങളുടെ CV അയച്ചു, നിങ്ങളെ അവർ വിളിച്ചു, നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ വന്നു. നെക്സ്റ്റ് ഇൻ്റർവ്യൂ. അപ്പം ഇൻ്റർവ്യൂവിന് കോമൺ ആയിട്ടും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും പിന്നെ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പാലിക്കേണ്ടതും പാലിക്കേണ്ടാത്തതുമായ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഏതൊരു കമ്പനിയിലെയും ഏതൊരു HR-ഉം നിങ്ങൾ ഇൻ്റർവ്യൂവിന് ചെന്ന് ഇരിക്കുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നാണ്. അതായത് നിങ്ങളെക്കുറിച്ച് പറയാനാണ് അവർ ചോദിക്കുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളെക്കുറിച്ച് പറയുമ്പം ക്രിസ്പ് ആൻഡ് ഷോർട്ടായിട്ട് പറയുക. കാര്യം ഒരുപാട് സമയമെടുത്ത് ആലോചിച്ച് അങ്ങനെ ആ ഒരു രീതിയിൽ ലാഗ് അടിച്ച് പറയാൻ നിൽക്കരുത്. പറയുന്നത് ക്രിസ്പ് ആൻഡ് ഷോർട്ടായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പറയുക. അതിനകത്ത് നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ സ്കിൽസ്, അതുപോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പറയുക എന്തുകൊണ്ടാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയത് അല്ലെങ്കിൽ ദുബായിലോട്ട് വന്നത്, എന്താണ് നിങ്ങൾ ദുബായി എക്സൈറ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് ദുബായിൽ വർക്ക് ചെയ്യാനെ കൊണ്ട് നിങ്ങൾക്ക് വില്ലിങ് ആയത്, നിങ്ങൾ അതിന് വേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങളോട് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. അത് ക്രിസ്പ് ആൻഡ് ഷോർട്ടായിട്ട് പക്ഷേ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡു യു വാണ്ട് ടു വർക്ക് ഹിയർ. അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവിടെ വർക്ക് ചെയ്യാൻ താല്പര്യം, അതായത് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം എന്നായിരിക്കും അവർ ചോദിക്കുന്നത്. ആ ഉത്തരം കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ ആ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് പോകേണ്ടത്, ഞാൻ ഇതിന് മുമ്പത്തുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നേരെ പോകേണ്ടത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ വന്ന കമ്പനിയുടെ വെബ്സൈറ്റിലായിരിക്കും. ആ വെബ്സൈറ്റിൽ പോയിട്ട് ആ കമ്പനിയെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് റിസർച്ച് ചെയ്യണം. ആ കമ്പനിയുടെ സ്റ്റാർട്ടിങ്, ആ കമ്പനിയുടെ ഗ്രോത്ത്, അവർക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, അവരുടെ ഒരു വർക്ക് കൾച്ചർ, ഇങ്ങനെയുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അതെന്തിനാണ് മനസ്സിലാക്കി വെക്കേണ്ടതെന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്കതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കമ്പനിയെക്കുറിച്ചുള്ള ഇത്രയും കാര്യം മനസ്സിലാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ പറയുക, അതായത് കമ്പനി HR ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുക ഇത്രയും വാല്യുള്ള, ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള, ഇങ്ങനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി എൻ്റെ കരിയർ ഗ്രോത്ത് ചെയ്യാനും എനിക്ക് പ്രൊഫഷണലി എനിക്ക് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനെ കൊണ്ടും എനിക്ക് ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കമ്പനിയിൽ വന്നതും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് എൻ്റെ കഴിവ് ഉപയോഗിച്ച് അല്ലെങ്കിൽ എൻ്റെ കഴിവ് ആ കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടി ഇൻപുട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ
അതൊക്കെ നിങ്ങളുടെ ഒരു രീതിക്ക് ഇത് നിങ്ങളങ്ങ് പറയുക. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ഹൗ ഡു യു ഹാൻഡിൽ പ്രഷർ. നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രഷർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരുപാട് ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ കമ്പനി അല്ലെങ്കിൽ ഒരു HR ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതായത് ഒരുപാട് ഓവർലോഡ് വർക്കുകൾ വന്നാൽ നിങ്ങളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, നിങ്ങൾക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനെ കൊണ്ടുള്ള ഒരു കാലിബർ ഉണ്ടോ എന്നുള്ള കാര്യമാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾ കൊടുക്കേണ്ട ആൻസർ എന്ന് പറയുന്നത്, നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രൊജക്റ്റുകൾ, അതുപോലെ നിങ്ങൾ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊജക്റ്റുകൾ, പിന്നെ അതുപോലെ നിങ്ങൾ അങ്ങനെയുള്ള പ്രഷർ സിറ്റുവേഷനിലൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ, നിങ്ങൾ എത്ര ടൈം എടുത്തിട്ടാണ് നിങ്ങളത് ചെയ്തത്, ആ ഒരു പ്രഷർ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, അതെങ്ങനെയാണ് അതിൻ്റെ വർക്കുകളെയൊക്കെ നിങ്ങൾ ഡിവൈഡ് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് നിങ്ങൾ നേരത്തെയും നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രഷർ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, അത് ഞാൻ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ ഈ പറയുന്ന ആ കമ്പനിയുടെ HR-നെ നിങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ആർ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ HR-ന് അറിയേണ്ടത് നിങ്ങളുടെ ഒരു സ്ട്രെങ്തും നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഒരു വീക്ക് പോയിന്റും എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസറിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ഹോണസ്റ്റ് ബട്ട് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുക. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഇച്ചിരി പ്രശ്നമുണ്ട്, അപ്പോൾ നിങ്ങളത് പറയുക, എനിക്ക് എൻ്റെ കമ്മ്യൂണിക്കേഷനിൽ ഇച്ചിരി പ്രശ്നമുണ്ട്, ഞാനത് ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഉറപ്പുണ്ട് എനിക്കത് ജോയിൻ ചെയ്ത് വിത്തിൻ മന്തുകൾക്കുള്ളിൽ എനിക്ക് ഉള്ള വീക്ക്നെസ് ആയ എൻ്റെ ഈ ലാംഗ്വേജ് അതെനിക്ക് ഓവർകം ചെയ്ത് അതെനിക്ക് സ്ട്രോങ് ആക്കാൻ പറ്റുമെന്നുള്ളത് കമ്പനിയോട് കൃത്യമായിട്ട് പറയുക. പിന്നെ അതുപോലെ നിങ്ങൾക്കുള്ള സ്ട്രോങ് പോയിന്റുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയത്തുള്ളൂ, അത് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് നിങ്ങൾ പറയുക. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആർ യു വില്ലിംഗ് ടു റീലൊക്കേറ്റ് ഓർ വർക്ക് ഫ്ലെക്സിബിൾ ഹവേഴ്സ്. ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ എപ്പോഴും ഓൾവേസ് യെസ് എന്ന് തന്നെ വേണം പറയാനൊക്കെ ഉണ്ട്. ഈ റീലൊക്കേഷൻ്റെ കാര്യം പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ ദുബായിലായിരിക്കാം, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടുന്നത് നിങ്ങൾക്ക് അബുദാബിയിലായിരിക്കും. അപ്പോൾ ആ ഒരു കമ്പനി ചോദിക്കും, നിങ്ങൾക്ക് ദുബായിൽ നിന്ന് അബുദാബിയിലോട്ട് നിങ്ങൾക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പറയാം, കാര്യം നമുക്ക് എവിടെയാണെങ്കിലും നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾവേസ് യെസ് പറയുക. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ പ്രൊഫൈലും നിങ്ങളുടെ പ്രൊഫഷനും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓരോരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവറുടെ ഒരു ക്വസ്റ്റ്യൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോയെന്ന്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ പറയുന്ന HR-നോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് അതായത് ദുബായിലെ ഒരു ലിവിങ് കോസ്റ്റ്, ഒരു ഫ്രഷറിന് വന്ന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസത്തെ ഒരു ആവറേജ് ലിവിങ് കോസ്റ്റ് എത്രയാണെന്നുള്ളത് ഞാനൊന്ന് പറയാം. ഞാൻ ഈ ലിവിങ് കോസ്റ്റ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം, ഞാൻ പറയുന്നത് ഒരു ആവറേജ് ലിവിങ് കോസ്റ്റ് ആണ്. നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ലിവിങ് കോസ്റ്റ്. നിങ്ങൾക്ക് ബജറ്റ് ചുരുക്കി നിങ്ങൾക്ക് ജീവിക്കാം, നിങ്ങൾക്ക് ബജറ്റ് എക്സീഡ് ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ തീരുമാനമാണ്. ഞാനൊരു ആവറേജ് ലിവിങ് കോസ്റ്റ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അക്കോമഡേഷനാണ്. ഇവിടെ 2 രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ബെഡ് സ്പേസ്, 2 ചെറിയ റൂം പാർട്ടീഷനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മന്ത്ലിയോ ഇയർലിയോ ഒക്കെ എടുക്കാം. അതൊക്കെ ഒരുപാട് എക്സ്പെൻസീവാണ്. നോർമലി ഇവിടെ വന്നൊരു ഫ്രഷറായിട്ട് വന്ന് ഇപ്പോൾ ഒരു മിനിമം സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി, ഇവൻ ഞാൻ ഉൾപ്പെടെ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ബെഡ് സ്പേസ് എടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടീഷൻ എടുക്കും. പാർട്ടീഷൻ കുറച്ചുകൂടെ ഒന്ന് ഗ്രോ ആയതിനു ശേഷം, നമുക്ക് സാലറി ഒക്കെ ഒന്ന് ഇൻക്രിമെൻ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം നിങ്ങൾ പാർട്ടീഷനോട് പോയാൽ മതി. കാര്യം ബെഡ് സ്പേസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പാർട്ടീഷന് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. ഒരു പാർട്ടീഷൻ്റെ മിനിമം എക്സ്പെൻസ് എന്ന് പറയുന്നത് അത് ഓരോ ഏരിയയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു മിനിമം, അതായത് താരതമ്യേന റെൻറ്റ് കുറവുള്ള ഏരിയയിലെ ഒരു എമൗണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. AED 600 മുതൽ 1000 ദിർഹംസ് വരെയാണ് വരുന്നത്. സ്റ്റാർട്ടിങ് ഒരു 600 ആയിരിക്കും. അതൊരു ബെഡ് സ്പേസ് ആയിരിക്കും. ബെഡ് സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു ബെഡ് മാത്രം കാണും. ആ ഒരു ബെഡ് സ്പേസിൽ ചിലപ്പോൾ ഒരു 5-6 പേര് കാണും. ഒരു വലിയൊരു റൂം ആയിരിക്കാം, അതൊരു 5-6 പേര് കാണും. അതിൽ ഒരു ബെഡായിരിക്കും, ഒരു 5-6 ബെഡ് കാണും, അതിലൊരു ബെഡായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞ പാർട്ടീഷൻ. അതിന് ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ്. പാർട്ടീഷൻ ഒരു 1000 മുതൽ 1500 അല്ല 1700 റേഞ്ച് വരെയൊക്കെ വരും. അത് എന്ന് പറയുന്നത് ചെറിയൊരു മുറിയായിരിക്കും. ആ ഒരു മുറിക്കകത്തൊരു ബെഡ് കാണും, ഒരു ടേബിൾ കാണും, ഒരു അലമാര കാണും. അത് നിങ്ങൾ മാത്രമേ അതിലുണ്ടാവത്തുള്ളൂ. അത് കുറച്ചുകൂടെ കാശൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല സാലറി ഗ്രോ ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു പാർട്ടീഷനിലോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ബെഡ് സ്പേസിന് മിനിമം. അത് ഇതിപ്പം മെയിലാണേലും ഫീമെയിൽ ആണേലും ഈ ഒരു എമൗണ്ട് ആയിരിക്കും അക്കോമഡേഷന് വേണ്ടി നിങ്ങൾക്ക് വരുന്നത്. ഇനി നമുക്ക് ഫുഡ് ആൻഡ് ഗ്രോസറീസ് നോക്കാം. ഇവിടെ ഫുഡ് 2 രീതിയിലുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് സെൽഫ് കുക്ക് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് ഔട്ട്സൈഡ് ഹോട്ടലിൽ നിന്ന് കഴിക്കാം. അതല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനല്ല, അതാണ് ശരിക്കും ഇവിടെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ആളുകൾ കൊടുക്കുന്നത് മെസ്സ് എന്ന് പറയും. അതായത് നിങ്ങൾ ഒരു മെസ്സ് നടത്തുന്ന ഒരു ടീമിന് അല്ലെങ്കിൽ ഒരു ഹോട്ടലുകൾക്ക് മാസം നിങ്ങളൊരു എമൗണ്ട് പറഞ്ഞ് ആ എമൗണ്ട് അതിപ്പം ഒരു ആവറേജ് ഒരു 3 നേരത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ടൈം ആണെന്നുണ്ടെങ്കിൽ ആവറേജ് ഒരു 400 മുതൽ 600 ദിർഹത്തിനകത്തായിരിക്കും ഒരു മാസത്തെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്നും അറിയേണ്ട, നിങ്ങളൊരു മാസം നിങ്ങൾ 400 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു 500 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ 3 നേരവും നിങ്ങൾക്ക് കൃത്യമായി ഫുഡ് നിങ്ങൾക്ക് കൊടുത്തരും. അതല്ല ഇനി നിങ്ങൾക്ക്
നിങ്ങൾക്ക് സെൽഫായിട്ട് കുക്ക് ചെയ്യാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ ഒരു ആവറേജ് ഗ്രോസറി എന്ന് പറയുന്നത് ഒരു നോർമലായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന, അതായത് ഒരുപാട് ലാവിഷായിട്ട് കഴിക്കാത്ത ഒരാളാണെങ്കിൽ ഒരാൾക്കൊരു 300 മുതൽ 500 ദിർഹത്തിനകത്ത് നിങ്ങൾക്ക് ഗ്രോസറി നിങ്ങൾക്ക് എക്സ്പെൻസ് വരും. അത് പക്ഷേ നിങ്ങൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ചിലയിടത്ത് നിങ്ങൾക്ക് അക്കോമഡേഷനിൽ ഗ്യാസ് ഇൻക്ലൂഡ് ആയിരിക്കാം, ഗ്യാസ് ഇല്ലാത്തടത്ത് നിങ്ങൾ ഗ്യാസിന് ഷെയർ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. എന്നാലും ഒരു 500 ദിർഹത്തിനകത്ത് നിങ്ങൾക്ക് ഈ ഫുഡിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതാണ് ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് മെട്രോ ആൻഡ് ബസ്സാണ്. ചില കമ്പനികൾ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും, അതായത് പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉണ്ടാവും. അങ്ങനെയുള്ള കമ്പനികളിൽ ജോലി കിട്ടുന്നവർ നിങ്ങൾക്ക് ഈ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് ചിന്തിക്കേണ്ട. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് മെട്രോയും ബസ്സായിരിക്കാം. നിങ്ങൾക്ക് ഒരു മാസം അത് നിങ്ങളുടെ സോൺ അനുസരിച്ചായിരിക്കാം. ഇവിടെ പല സോണുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു സോണിൽ തന്നെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയും നിങ്ങളുടെ റൂമും ഒരേ മെട്രോ സോണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കോസ്റ്റ് വരത്തില്ല. ഒരു 200-250 വരത്തുള്ളൂ. അതല്ല നിങ്ങൾ സോണ് വ്യത്യാസം വരുന്നുണ്ട്, 2-3 സോണൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് സോണിനനുസരിച്ചിട്ട് കൂടും. ചിലപ്പോൾ ഒരു 500 ദിർഹംസൊക്കെ വരെ വന്നേക്കാം ഒരു മാസം. എന്നാലും ഒരു ആവറേജ് നിങ്ങൾക്ക് 250 മുതൽ ഒരു 300-350 വരും. പിന്നെ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റേഷൻ നിങ്ങൾ ബസ് കയറി നിങ്ങൾ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എത്രയാണോ താരിഫ്, ആ താരിഫ് മിനിമം എന്ന് പറയുന്നത് 3 ദിർഹംസാണ്. 3 ദിർഹംസ് കഴിഞ്ഞ് അത് നമ്മൾ സോണിനനുസരിച്ചാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു 3 ദിർഹംസാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നോൾ കാർഡിൽ നിങ്ങൾക്ക് ഡിഡക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് ഗ്രീസ് പീരീഡ് ഉണ്ട്. ഈ 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾ മെട്രോയിൽ നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് മെട്രോയിൽ പൈസ കൊടുക്കേണ്ട. ഈ നിങ്ങൾ നേരത്തെ പേ ചെയ്ത 3 ദിർഹത്തിൽ നിങ്ങൾക്ക് ആ ഒരു മെട്രോ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. തിരിച്ചും അതുപോലെ തന്നെയാണ്. നിങ്ങൾ മെട്രോയിൽ വന്നിട്ട് നിങ്ങൾ ബസ് കാത്ത് നിന്നിട്ട് നിങ്ങളുടെ റൂമിലേക്ക് ബസ്സിന് വന്നാലും നിങ്ങൾക്ക് മെട്രോയിൽ നിങ്ങൾക്ക് എത്ര ഡിഡക്റ്റ് ആയോ അത് 30 മിനിറ്റിനുള്ളിലാണ്. 30 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും പൈസ കൊടുക്കേണ്ടി വരും. അടുത്തതാണ് മൊബൈൽ ആൻഡ് ഇൻ്റർനെറ്റ്. UAE മെയിനായിട്ടും 2 നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് ആണുള്ളത്. ഒന്ന് എത്തിസലാത്ത, 2 ഡൂവ്. ഇതിൽ ഏത് സിം എടുത്താലും നിങ്ങൾക്ക് ഓക്കെയാണ്. ഒരു മിനിമം ആവറേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു 100 മുതൽ 200 ദിർഹത്തിനകത്തായിരിക്കും നിങ്ങൾക്കൊരു കോളിംഗ് ആൻഡ് ഡേറ്റ ഉൾപ്പെടെ നിങ്ങൾക്ക് ഒരു പാക്കേജിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് മിസ്ലേനിയസ് ആയിട്ട് എക്സ്ട്രാ വേണേൽ കരുതാം. ഞാനൊരു 200 ദിർഹംസ് അല്ലെങ്കിൽ 250 ദിർഹംസ് അവർ നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനോ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കണമെങ്കിലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സിനിമ കാണണമെങ്കിലോ ഒക്കെ നിങ്ങൾക്കൊരു എക്സ്ട്രാ മിസ്ലേനിയസ് ആയിട്ട് 200-250 ദിർഹംസ് നിങ്ങൾക്ക് ഇടാം. അപ്പോൾ ഒരു ടോട്ടൽ ഒരു ആവറേജ് ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 1300 മുതൽ ഒരു 1800 ദിർഹത്തിനകത്ത് നമുക്ക് ഒരു മാസത്തെ നിങ്ങളുടെ ലിവിങ് കോസ്റ്റ് നിങ്ങൾക്ക് നിർത്താൻ പറ്റും. ഇനി ഇത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അത് നമ്മൾ തീരുമാനിക്കും. നമുക്ക് എങ്ങനെ ലൈഫിൽ എങ്ങനെ നമുക്ക് ജീവിക്കണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ എക്സ്പെൻസ് കൂടുന്നതും കുറയ്ക്കുന്നതും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ബിഗ് മിസ്റ്റേക്ക് ടു അവോയ്ഡ് എന്നുള്ള കാര്യമാണ്. അതായത് നിങ്ങളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നതിനും എല്ലാം മുമ്പും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ മുമ്പും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്. അതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് യൂസിങ് ദ സെയിം CV എവരിവെയർ. അതായത് നിങ്ങൾ ഒരേ CV തന്നെ നിങ്ങൾ എല്ലാ കമ്പനിക്കും അയച്ചു കൊടുക്കുന്നത്. അതായത് പല ജോബ് റോളിനും പല റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂ കോൾ അല്ലെങ്കിൽ ഒരു വേക്കൻസി ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വേക്കൻസി ലിസ്റ്റിലുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കിയിട്ട് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ CV പ്രിപ്പയർ ചെയ്ത് അയക്കുക. അല്ലാതെ എല്ലായിടത്തും ഒരേ CV അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ വരാൻ നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ആ വേക്കൻസി നോക്കുക, അതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കിയിട്ട് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ CV റീകറക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പറയുന്ന ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫെയിലിംഗ് ഫോർ ടേക്കിംഗ് ഏജൻസ്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും ഒരു ഏജന്റിനും പൈസ കൊടുത്ത് ഇവിടെ ജോലിക്ക് വരരുത്. അതുപോലെ നിങ്ങൾക്ക് ജോലി തന്ന കമ്പനിയുടെ ഒഫീഷ്യൽ ഓഫർ ലെറ്റർ കിട്ടാതെ ഒരിക്കലും നിങ്ങൾ ഒരു ഏജന്റ് വഴി വരുന്നവരാണ് നിങ്ങൾ പൈസ കൊടുക്കാൻ നിൽക്കരുത്. സ്കാമിൽ പോയി പെട്ടുപോകരുത്, പൈസ കൊണ്ട് കളയരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏജൻസി വഴി വരുന്നവരാണെങ്കിൽ ഏജൻസിയെ കൃത്യമായിട്ട് ചൂസ് ചെയ്യുക. ഏജൻസിയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുക, അവരുടെ ലൈസൻസ് നോക്കുക. ഇതെല്ലാം നോക്കിയിട്ട് വേണം ഏജൻസിയെ കൂടെ വരാനും. അതുപോലെ ഏത് ഏജൻസി ആണെങ്കിലും, ഇപ്പം ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസി ആണെങ്കിലും നിങ്ങൾക്ക് ഓഫർ ലെറ്റർ, കമ്പനിയുടെ ഓഫർ ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടി നിങ്ങളത് കമ്പനിയെ വിളിച്ച് വെരിഫൈ ചെയ്യാതെ നിങ്ങൾ കമ്പനിക്ക് പൈസ കൊടുക്കാൻ നിൽക്കരുത്. അടുത്താണ് നോ ഫോളോ അപ്പ്. ഇതും ഞാൻ എൻ്റെ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു കമ്പനിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഫോളോ ചെയ്യുക. നിങ്ങൾ മെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു കോൾ വന്നില്ലെങ്കിൽ അവരെ ഒന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു മെയിൽ അയക്കുക. അതുപോലെ ലിങ്ക്ഡിൻ ആണെങ്കിൽ ഇനി നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമ്പനിയെ വിളിച്ച് ഇങ്ങനെ ഇൻ്റർവ്യൂവിന് ഞാൻ CV അയച്ചിരുന്നു, എന്താണ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവർ റിമൈൻഡ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. അതായത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. സോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു
ഫ്രഷർ ഇവിടെ ജോലിക്ക് വേണ്ടി വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ട കാര്യങ്ങളും അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളും. പിന്നെ ഞാൻ എടുത്തു പറയട്ടെ, നിങ്ങൾ ഇവിടെ വിസിറ്റ് വിസയിൽ വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോബ് സീക്കർ വിസയിൽ വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി മാക്സിമം ഒരു ടാർഗറ്റ് വെക്കുക. ഞാൻ ഡെയിലി ഒരു 20 കമ്പനിക്ക് അല്ലെങ്കിൽ മിനിമം ഒരു 10 കമ്പനിക്കെങ്കിലും ഞാൻ എൻ്റെ CV ഫോർവേഡ് ചെയ്യും എന്നുള്ളൊരു ടാർഗറ്റ് വെച്ച് ആ ടാർഗറ്റിനെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് അയച്ചാൽ ഞാൻ ഒരു കമ്പനിക്ക് അയച്ചിട്ടുണ്ടല്ലോ, ഇനി നാളെ അയക്കാം എന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കാതെ നിങ്ങളൊരു ടാർഗറ്റ് വെക്കുക, ഇത്ര കമ്പനിക്ക് ഞാൻ അയക്കും എന്ന് പറഞ്ഞ് ആ ഒരു അത്രയും ടാർഗറ്റ് വെച്ച കമ്പനി അതായത് 20 കമ്പനിക്ക് അയക്കുമെന്ന് വെച്ചാൽ നിങ്ങൾ 25 അയക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഡെയിലി അയച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻ്റർവ്യൂക്കുള്ള ഒരു കാര്യം, നിങ്ങൾ മാത്രമല്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ നിങ്ങളെപ്പോലെ ജോലിക്ക് വേണ്ടി വന്ന് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും ഒരുപാട് ആളുകളോടാണ് നിങ്ങൾ കോമ്പീറ്റേറ്റ് ചെയ്യേണ്ടതും നിങ്ങൾക്ക് ജോലി നേടിയെടുക്കേണ്ടതും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നിമിഷം പോലും നമ്മൾ വേസ്റ്റ് ആക്കാതെ കീപ് ട്രൈയിങ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. ഞാൻ അതിനെല്ലാം കൃത്യമായിട്ടുള്ള ആൻസറും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കരിയർ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ളൊരു കരിയർ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നാട്ടിൽ നിന്നാണെങ്കിലും GCC കൺട്രിയിൽ നിന്നാണെങ്കിലും യൂറോപ്പിലേക്കൊക്കെ പോകാൻ വേണ്ടി മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് IELTS പ്രിപ്പയർ ചെയ്യാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IELTS കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതൊരു ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും മാസലാമ.